ശേഖർ യാദവിൻ്റെ ആ പ്രസംഗം അത് ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഞാനത് വായിക്കാനും ഇടയായി. അപ്പോൾ ഇത് എന്തുമാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് ആ പരാമർശങ്ങൾ ഒരു ജഡ്ജിയുടെ, സിറ്റിംഗ് ജഡ്ജിയാണ് അയാളുടെ ഭാഗത്തുനിന്ന് വന്നു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു ജഡ്ജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പെഡസ്റ്റലിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇതുപോലെ രാഷ്ട്രീയ പ്രസംഗത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു ജഡ്ജി ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു മീറ്റിംഗ് ആണ്. അതിനകത്ത് പോയിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. അവിടെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അത് തുടങ്ങിയത്. പക്ഷേ അതൊന്നുമല്ല അവിടെ കണ്ടത്. നമ്മൾ പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ആരാണെന്നും കേട്ടോ, സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ കാര്യവും അതൊക്കെ വളരെ കാര്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനകത്ത് വിശ്വ ഹിന്ദു പരിഷത്തിനോ BJPക്കോ അങ്ങനെയുള്ളവർക്കോ ഒന്നും RSSനോ ഒന്നും യാതൊരു റോളും ഇല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ മുസ്ലിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് കാര്യമില്ല, അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഈ പുരോഗതിയിലും അതുപോലെ ഡെവലപ്മെൻറ്റിലും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിലും ഒന്നും യാതൊരു താല്പര്യമില്ല എന്ന് പറയുന്ന എന്തുദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അയാൾ പോയിട്ട് ആ ഇന്ത്യ ഗേറ്റ് ഒന്ന് പോയി കാണണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചേക്കുന്ന ആളുകൾ അതിനകത്ത് ഉള്ളതുണ്ടല്ലോ, അതിനകത്ത് 80% മുസ്ലിങ്ങളാണ്. അത് ആദ്യം ഒന്ന് തിരിച്ചറിയണം, അതൊന്ന് പോയി കാണണം. എന്നിട്ട് വേണം ഇതുപോലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ. മാത്രമല്ല, ഇവിടെ ഒരു മതത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ പറയല്ല, പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനല്ല. മറ്റുള്ള മതം എന്ന് പറയുന്നത് ഇവിടുത്തെ മെജോറിറ്റിക്ക് വേണ്ടി എപ്പോഴും ബാക്കി നിന്നു കൊടുക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് ഈ ജഡ്ജിക്കുള്ളത്. ഇയാളാണ് അവിടെ ഇരുന്ന് നീതി നടത്തുന്നത്. ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ, ആ രീതിയിലാണ്. എന്നിട്ട് അത് മാത്രം പറഞ്ഞേക്കുന്നത്, ഈ മുസ്ലിങ്ങളൊക്കെ ഈ കന്നാലികളെയൊക്കെ ബുച്ചറി ചെയ്യുന്ന അറക്കുന്നതില്ലേ, അതൊക്കെ കണ്ടു വളരുന്ന മുസ്ലിങ്ങളുടെ പിള്ളേരെന്ന് പറയുന്നവർ ഇങ്ങനാവും എന്നുള്ളതാണ്. ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. വളരെ മോശമായിട്ടാണ്. ഒരു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. അയാൾക്ക് രാഷ്ട്രീയം കളിക്കാമല്ലോ. ഇത് രാജിവെച്ചിട്ട് പോയിട്ട് രാഷ്ട്രീയത്തിൽ പോക്കോ. ഒരു കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജി അങ്ങനെ ചെയ്തില്ലേ, MP ആയിട്ട്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ. ആ രീതിയിൽ മത്സരിച്ചു വരും, അത് ചെയ്തോട്ടെ. അത് ഒരു പൗരൻ്റെ അവകാശമാണ്. അയാൾ ഒരു ജഡ്ജി ആയിപ്പോയതുകൊണ്ട് അയാൾക്ക് രാജിവെച്ചിട്ട് മത്സരിക്കാൻ പാടില്ല എന്നോ അല്ലെ രാഷ്ട്രീയം സ്വീകരിക്കാൻ പാടില്ലെന്നോ ഒന്നും പറയാൻ ഒക്കത്തില്ല. രാജിവെച്ചിട്ട് പോയാൽ അത് ചെയ്യാം. അതിന് പകരം സർവീസിൽ ഇരുന്നുകൊണ്ട് ഒരു ജഡ്ജി എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള ഒരു പ്രസംഗം നടത്തുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതല്ലേ വ്യക്തമാവുന്നത്. ഇയാളുടെ വിധികൾ എങ്ങനെ ആയിരിക്കും? ഇമ്പാർഷ്യലായിട്ട്, അതായത് ബയസ്ഡ് ആയിട്ടല്ലാതെ ഇമ്പാർഷ്യലായിട്ട് ഒരു വിധി ഇയാൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അത് ഞാനിത് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ വേറെ ഒരു മുസ്ലിം ജഡ്ജി ഹിന്ദുവിനെതിരെ പറഞ്ഞെന്നിരിക്കട്ടെ, അല്ലെ ക്രിസ്ത്യാനിക്കെതിരെ പറഞ്ഞെന്നിരിക്കട്ടെ, ഒരു ക്രിസ്ത്യൻ ജഡ്ജി മുസ്ലിമിനെതിരെയോ അല്ലെ ഹിന്ദുവിനെതിരെയോ പറഞ്ഞെന്നിരിക്കട്ടെ, അതെല്ലാം തെറ്റാണ്. അതൊന്നും ഒരു ജഡ്ജിയുടെ റോളിന് പറ്റിയ ഒരു കാര്യമല്ലത്. കാരണം ഒരു ജഡ്ജി എന്ന് പറയുന്ന എല്ലാവരെയും ഈക്വലായിട്ട് കാണാനും ആ രീതിയിൽ കേസുകൾ തീരുമാനിക്കാനും ബാധ്യതയുള്ള ഒരാളാണ്. വളരെ ദൈവികമായ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അത്രയും ഇമ്പാർഷ്യാലിറ്റി ആയിരിക്കണം. ഇത് ജഡ്ജസ് കോഡ് ഓഫ് കോണ്ടക്റ്റിന് വളരെ എതിരാണ് ഇത് വന്നേക്കുന്നത്. ഈ രീതിയിലുള്ള പ്രസംഗം ഒരിക്കലും ഒരു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അയാൾ ജഡ്ജിയായിട്ട് ഇരിക്കാൻ യോഗ്യനല്ല. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് നോട്ട് ചെയ്തു. സുവോമോട്ടോ അത് എടുത്തിട്ട് അലഹബാദ് ഹൈക്കോടതിയോട് ഇത് ചോദിച്ചേക്കാണ്, റിപ്പോർട്ട് ചോദിച്ചേക്കാണ്. നടപടികൾ ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ഇയാൾ ഇംപീച്ച് ചെയ്യപ്പെടേണ്ട ആളാണ്. അയാൾ ഒരു ജഡ്ജിയായിട്ട് ഇരിക്കാൻ യോഗ്യനല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതാരും അനുകൂലമായിട്ട് പറയും, ഈവൻ BJPക്കാർ പോലും ഇയാൾക്ക് അനുകൂലമായിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ജഡ്ജി ഇരിക്കും ഇത് പറയാൻ പാടില്ല. BJPക്കാർക്ക് പറയാം, ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയക്കാർക്ക് വിളിച്ച് പറയാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ മറ്റ് മത നേതാക്കൾക്ക് ഇതുപോലൊക്കെ ഉള്ളതൊക്കെ വിളിച്ച് പറയാം. നേരെ മറിച്ച് ഒരു ജഡ്ജി എന്ന് പറയുന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ പാടില്ല. കാരണം രാഷ്ട്രീയത്തിനും മതങ്ങൾക്കും ഒക്കെ അതീതനാണ് ഒരു ജഡ്ജി. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. സ്വന്തമായ കാഴ്ചപ്പാട് കാണും, അത് അയാളുടെ മനസ്സിൽ ഇരുന്നോട്ടെ. അത് അയാളുടെ ജഡ്ജ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല, അയാളുടെ വാക്കുകളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതിന്റെ കാരണം എല്ലാം ഒരുപോലെ കാണേണ്ട ഒരാളാണ് ഒരു ജഡ്ജി. അങ്ങനെ ആയിരിക്കണം. സ്വന്തമായ അഭിപ്രായങ്ങൾ കാണും, പക്ഷേ സ്വന്തമായ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാനും അതുപോലെ ജഡ്ജ്മെന്റിൽ വരാനും പാടില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഈ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ അന്യ ആളുകളുടെ കാര്യങ്ങളാണ്, അയാളുടെ സ്വന്തം കാര്യങ്ങളല്ല. ഒരു ജഡ്ജി അയാളുടെ സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ.
തീരുമാനം, അതായത് ഒരു ജഡ്ജ്മെന്റ് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെയുള്ളപ്പോൾ അയാളുടെ സ്വന്തം ഈ ഇഷ്ടങ്ങളും അയാളുടെ വിചാരങ്ങളും വികാരങ്ങളും ഒന്നും ഇങ്ങനെ അയാളുടെ ജഡ്ജ്മെന്റിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതുപോലാണ് അയാളുടെ വാക്കുകൾ. ആ ജഡ്ജിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ, അതായത് ഒരിക്കലും നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാവാൻ പാടില്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി എന്നെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മതേതരത്വം, മതനിരപേക്ഷത എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങളാണ്. ഈ മതേതരത്വത്തിന് എതിരല്ലേ ഈ പറയുന്നത് മുഴുവൻ? ഒരു മതത്തിനെ കുറ്റപ്പെടുത്തുന്നത്, അത് അതിന് അയാളുടെ യോഗ്യത അയാൾക്ക് എന്താണ്? ഇത് മുഴുവൻ ഇല്ലാത്ത കാര്യങ്ങളല്ലേ വിളിച്ചു പറയുന്നതൊക്കെ. ഇപ്പൊ ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് വളരെ വലിയ കളങ്കം ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമായി പോയി ഈ ജഡ്ജിയുടേത്. അയാളെ ജഡ്ജി എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. അപ്പൊ ഇനി ചോദിക്കുമ്പോൾ ഞാൻ എന്താ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ഞാൻ ജഡ്ജിയല്ല ഇപ്പോൾ, ഞാൻ റിട്ടയർ ചെയ്ത്, ഞാൻ 2018 റിട്ടയർ ചെയ്തവനാണ്. എനിക്കത് കാരണം എനിക്ക് സംസാരിക്കാം, പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഇത് ഏത് മതത്തിനെതിരെ പറഞ്ഞിരുന്നെങ്കിലും ഒരു ജഡ്ജി പറഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ പ്രതികരിക്കും. അതിനൊരു വ്യത്യാസവും ഇല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്.